ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തനി നാടൻ സ്റ്റൈലിൽ ഒരു മട്ടൺ റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണിത്. വളരെ ടേസ്റ്റിയാണ്, നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അടിപൊളി സാധനമാണ്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു 3/4 കിലോ മട്ടൺ, എല്ലോട് കൂടിയ മട്ടണാണ് എടുക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ ഞാൻ അതിലോട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലോട്ട് ആവശ്യത്തിൽ കൂടുതൽ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവ് വേണമെങ്കിൽ അത്യാവശ്യം കുരുമുളക് കൂട്ടിയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 3/4 കിലോ മട്ടന് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഈ മീറ്റ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മീറ്റ് നല്ല ടെൻഡർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓഫ് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് ഒരു 30 മിനിറ്റെങ്കിലും വെക്കാം. 1 മണിക്കൂറൊക്കെ വെച്ചാൽ അത്രയും നല്ലത്. പക്ഷെ 30 മിനിറ്റെങ്കിലും മിനിമം മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. അപ്പോഴേ മസാലയ്ക്ക് അടിപൊളിയായിട്ട് പിടിക്കുള്ളൂ. ഇനി ഞാനിതൊരു കുക്കറിലോട്ട് ഈ മീറ്റ് മുഴുവൻ മാറ്റി ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. അത്രയും വെള്ളം മതി, നമുക്ക് കൂടുതൽ വെള്ളത്തിന്റെ ആവശ്യമില്ല. ഈ മീറ്റിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2 വിസിലും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊരു 6 വിസിലും അടിച്ചെടുത്താൽ തന്നെ മീറ്റ് നല്ല ടെൻഡർ ആവും. അപ്പൊ അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് അരിഞ്ഞെടുക്കാം. വളരെ കുറച്ച് വെജിറ്റബിൾസ് മതി. ഞാൻ ഇഞ്ചി ഇതേപോലെ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 12 അല്ലി വെളുത്തുള്ളിയോളം ഞാൻ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ ഞാൻ ഒരു സവാളയാണ് എടുക്കുന്നത്. സവാള കൂടുതൽ വേണ്ട, ചെറിയുള്ളിയാണ് കൂടുതൽ എടുക്കുന്നത്. സവാള ഒരെണ്ണം ഇതേപോലെ വലുതാക്കി നീളത്തിൽ അരിഞ്ഞു വെക്കുന്നുണ്ട്. ഒരു 12 ചെറിയുള്ളിയും കൂടെ അരിഞ്ഞു വെക്കുന്നുണ്ട്. അതെല്ലാം അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടുപ്പത്തിലോട്ട് ഒരു മൺചട്ടി വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ നോക്കുക, വെളിച്ചെണ്ണയ്ക്ക് പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ ഞാൻ അതിലോട്ട് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളിച്ചെണ്ണ ചൂടായത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ പച്ചമണം പോകുന്നവരെ നല്ല രീതിക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും നല്ല രീതിക്ക് മൂത്ത് വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് അടുത്ത വെജിറ്റബിൾ ഇട്ട് കൊടുക്കേണ്ടത്. എല്ലാ വെജിറ്റബിളും കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഫ്ലേവർ ഒന്ന് ബ്ലെൻഡ് ആയി കിട്ടില്ല. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സവാളയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രമാണ് അതിലേക്ക് ഞാൻ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മീറ്റിൽ ഓൾറെഡി കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളത് കൊണ്ട് ഒരുപാട് ഉപ്പ് ആവശ്യമില്ല. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഈ വെജിറ്റബിൾ സോട്ടാവാനുള്ള ഉപ്പ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ടത് നല്ല രീതിക്ക് ഒന്ന് വാടി വന്നതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മീറ്റ് മസാല എന്നിവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വെച്ച അതേ മസാലകൾ തന്നെയാണ്, അതെല്ലാം കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മതി. ഈ മസാല ഒന്ന് ഈ ഉള്ളിയായിട്ടൊന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ടുള്ള മസാല മാത്രം ഇട്ടാൽ മതി. ഇനി ഇത് നല്ല രീതിക്ക് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു പൊട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഒരു 1/4 ഗ്ലാസ് പോലും വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ചൂടായി വന്നത് ഞാൻ ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച മട്ടൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. മട്ടണിൽ ഓൾറെഡി സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് ആ സ്റ്റോക്ക് അടക്കമാണ് ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല. ഇത് നമ്മളൊരു സെമി ഗ്രേവി റോസ്റ്റ് ടൈപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇനി ഇത് നല്ല രീതിക്ക് ഒന്ന് ഈ മൺചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ ഉള്ളിയും ഇതെല്ലാം മീറ്റും എല്ലാം കൂടെ നല്ല രീതിക്ക് ഒന്ന് മിക്സായി വരുന്നവരെ നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് കഴിച്ചാൽ കുറച്ചുകൂടെ അതിന് വെള്ളം ഇറങ്ങും. അപ്പോൾ ഇനി അതൊന്ന് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് കുറുക്കിയെടുക്കണം. നമുക്കൊരു 5-6 മിനിറ്റും കൂടെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് കുറുകി വരും. ഞാൻ ഇനി ഇതിലോട്ട് ലാസ്റ്റായിട്ട് കുറച്ച് ഗരം മസാല, പച്ച ഗരം മസാല വീട്ടിൽ പൊടിച്ചത് തന്നെ ഇടാൻ നോക്കുക, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ടിപ്പാണ്, കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, മീറ്റിന് ഒരു പ്രത്യേക രുചി ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞ് ഞാനൊരു 1/4 കപ്പ് തേങ്ങാപ്പാലിൻ്റെ 1/4 പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒരു 1/4 കപ്പ് മതി, കൂടുതൽ വേണ്ട. ഇതെല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്, ഈ മസാലയും മീറ്റും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നല്ല രീതിക്ക് ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തക്കാളി, അതായത് ഒരു 1/2 മുറി തക്കാളി ഞാൻ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ മെയിൻ ആയിട്ടാണ് മല്ലിയില, കറിവേപ്പില വേണ്ടവർക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചോപ്പ് ചെയ്ത് വെച്ചതാണ്, അത് ഇതിലിട്ട് കൊടുത്ത് നല്ല രീതിക്കൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കിടിലം മട്ടൻ കറി റെഡിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ, നമുക്ക് ഈ വിസിൽ വന്ന് വേകുന്ന ടൈം മാത്രമേ വേണ്ടുള്ളൂ.
ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മട്ടൻ കറിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ ഞാനിത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അധികം അങ്ങനെ മട്ടൻ കഴിക്കാത്ത ആളാണ്, പക്ഷേ ചോറിൻ്റെ കൂടെ കുറച്ച് മട്ടനൊക്കെ ഇട്ട് ഇച്ചിരി കാന്താരി അച്ചാറും കൂടെ ഇട്ടങ്ങോട്ട് കഴിച്ചപ്പോൾ കിടിലനായിരുന്നു. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. ഞാനിതൊന്ന് കഴിച്ചു തീർക്കട്ടെ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.